തേജസ്വി യാദവ് തന്നെ രാഘവപൂരിൽ പിന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. രാഘവപൂരിൽ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ആരാണ്? സുമോദ് സതീഷ് കുമാർ, ഭാരതീയ ജനതാ പാർട്ടി 1273 വോട്ടിന് അവിടെ ലീഡ് ചെയ്യുന്നു. ഓക്കെ, ബലിറാം സിംഗ് ഇൻഡിപെൻഡന്റ്. അത്ര സ്ഥാനാർത്ഥികളുണ്ട്. 6, 9, 12, 14 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സതീഷ് കുമാർ 12,230 വോട്ടിന് ലീഡ് ചെയ്യുന്നു. അല്ല, 12,230 വോട്ട് മൊത്തം നേടിയിരിക്കുന്നു. ഓക്കെ, എന്തായാലും നമ്മൾ ഡൽഹിയിൽ എങ്ങനെയാണ് ആം ആദ്മി പാർട്ടിയെ നിഷ്പ്രഭമാക്കിയത്, അതുപോലെ ബീഹാറിൽ RJD നിഷ്പ്രഭമാക്കുകയാണ് BJP. പക്ഷെ ഒരു കാര്യം നോക്കാം ജിംസ്, ഞാൻ നോക്കുന്നത് സതീഷ് കുമാറിന് ആകെ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 12,230 വോട്ടാണ്. അതിൽ 1,223 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. തേജസ്വി യാദവിന്റെ ഈ കണക്കിൽ കാണുന്ന നമ്പർ എന്ന് വെച്ചാൽ 10,957 ഉള്ളൂ. എന്ന് വെച്ചാൽ വോട്ടൊന്നും എണ്ണിയിട്ടില്ല അവിടെ. എന്നാൽ ഈ കണക്ക് കാണുന്നത് 10,000 വോട്ട് പോരാ. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണല്ലേ, അവിടെയാണ് ഈ പറഞ്ഞ ട്രെയിലിംഗ് കാണിക്കുന്നത്. അവിടെയാണ്. ഓക്കെ, അത് കടന്നിട്ടുണ്ടാവും ഓൾറെഡി. കാരണം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് തേജസ്വി യാദവ് മുമ്പിൽ തന്നെയാണ്. എന്തായാലും വളരെ രസകരമായ ഒരു തെരഞ്ഞെടുപ്പ് ഫല സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 197 സീറ്റിന്റെ ലീഡുമായി NDA മുന്നിലാണ്. ഇനി ഇതിനോടല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇതിനോട് എങ്ങനെ ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കും, ഈ ഫലത്തോടെ എങ്ങനെ ഇന്ത്യ മുന്നണി പ്രതികരിക്കും എന്നുള്ളതാണ്. കാരണം ആത്മവിശ്വാസം ഇല്ലാതാക്കി കളയെന്നൊക്കെ പറയുന്നത് പോലെ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ പ്രതിരോധം ഉയർത്താൻ കഴിയാത്ത വിധത്തിലുള്ള പല സൂചന പുറത്തുവിടുന്നു. അതിൽ RJD നിഷ്പ്രഭമാകുന്നു, കോൺഗ്രസ് നിഷ്പ്രഭമാകുന്നു, JDUവിനും LJPക്കുമൊക്കെ മികച്ച സീറ്റുകൾ ലഭിക്കുന്നു, ആത്മവിശ്വാസത്തോടെ അവർക്ക് ഭരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണ ശരങ്ങൾ ഉതിർക്കുന്ന പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇനിയുള്ള അവരുടെ പോരാട്ടം എന്തായിരിക്കും? അതിനി പ്രതിപക്ഷത്തിന്റെ മാത്രം പോരാട്ടമായിരിക്കുമോ, അതല്ല അവരുടെ കൂടെ ജനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ശരി, അല്ല സുമോ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് RJDയുടെ ഭാവിയെ കുറിച്ചാണ്. RJDയുടെ ഭാവിയെ മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ തന്നെ ഭാവി വലിയ തരത്തിലുള്ളൊരു ഇപ്പോൾ പുതിയൊരു JPC രൂപീകരിക്കാൻ പോവുകയായിരുന്നു. ആ JPCയിൽ നിന്നും ഈ കുറ്റക്കാരായ FIR ഇടുമ്പോൾ തന്നെ അവരുടെ അംഗത്വം റദ്ദാകുന്നതുമായി ബന്ധപ്പെട്ട ഭേദഗതി ബില്ലാണെന്ന് നേരത്തെ JPCക്ക് വിട്ടിരുന്നത്. ഈ JPC രൂപീകരിക്കുന്നത് ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി തീരുമാനിച്ചതാണ്. അവരുടെ ഒരു പ്രതിനിധിയെയും അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇന്നലെ മിനിഞ്ഞാന്ന് സ്പീക്കർ പുറത്തിറക്കിയ ലിസ്റ്റിൽ ഉള്ള പേര് സുപ്രിയ സൂളെയാണ്. അതായത് ശരത് പവാറിന്റെ മകൾ. അവർ അതിൽ അംഗമായിരിക്കുകയാണ്. അങ്ങനെ BJPയോട് വളരെ ശക്തമായി പോരടിച്ചു നിന്ന് പാർലമെന്റ് നിരന്തരം ഒരു സമ്മേളനകാലം മുഴുവനും അത് ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി വന്ന് ഇന്ത്യ സഖ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും ശക്തമായി കോൺഗ്രസിനൊപ്പം നിന്ന പാർട്ടി തന്നെയായിരുന്നു ശരത് പവാറിന്റെ NCP. രാജ്യസഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെയുടെ ഓഫീസിലെത്തി അവർ ഒരുമിച്ച് തീരുമാനിച്ചതാണ് ഈ സഖ്യത്തിലേക്ക്, ഈ JPCയിലേക്ക് ആരെയും വിട്ടുകൊടുക്കേണ്ട, BJPക്ക് ചുട്ട മറുപടി കൊടുക്കണം. അങ്ങനെ JPC രൂപീകരിക്കുമ്പോൾ ഈ പ്രതിപക്ഷ നിരയിൽ നിന്നും ആരുമില്ലാതെ ഈ JPC കലങ്ങിപ്പോകും എന്ന തരത്തിലേക്കാണ് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം സുപ്രിയ സൂളെ അംഗമായപ്പോൾ തന്നെ നമുക്ക് അതിനൊരു സിഗ്നൽ കിട്ടിയിരുന്നു. ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പിടിയിൽ നിന്നും, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എങ്ങനെയാണോ ശക്തമായി ഉറച്ചു നിന്നത് ആ തരത്തിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ആ തരത്തിലുള്ള ഒരു മെസ്സേജ് തന്നെയാണ് കിട്ടിയത്. കാര്യം ഈ ഇന്ത്യ സഖ്യത്തിൽ തന്നെ നിൽക്കുന്ന പാർട്ടികൾക്ക് പരസ്പരം അവർ ഭിന്നത ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള തീരുമാനം ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ അത് മറന്നീക്കി പുറത്തു വരാൻ ഇനി വലിയ സമയം വേണ്ടി വരില്ല. കാര്യം ഇതുവരെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉണ്ടായിരുന്നത്, തെരഞ്ഞെടുപ്പ് പര്യടനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഏകോദര സഹോദരന്മാരെ പോലെ പെരുമാറിയിരുന്ന രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. അവർ ഒരുമിച്ച് പങ്കിടുന്ന വേദി പോലും ഒരു പരമാവധി പരസ്പരം സംസാരിച്ചത് 1 മിനിറ്റിൽ താഴെയായിരുന്നു എന്നുള്ള ഒരു വിവരം കൂടിയുണ്ട്. അത് പല റിപ്പോർട്ടർമാരും അവരുടെ യോഗത്തിൽ പോയപ്പോൾ അത് കണ്ടതാണ്. ഇവർ തമ്മിൽ അധികം സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വളരെ ദൂരവ്യാപകമായ ഫലം തന്നെയായിരിക്കും ഇനി ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത്.